നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ JNU സർവകലാശാല ഇടതു സഖ്യത്തിനാണ്. സെൻട്രൽ പാനലിലേക്കുള്ള 4 സ്ഥാനങ്ങളിലേക്കും ഇടതു സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു. മലയാളിയായ ഗോപിക ബാബുവിന് വൻ ഭൂരിപക്ഷം. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു ജോയിന്റ് സെക്രട്ടറി സ്ഥാനം അത് ABVPക്ക് കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ഒരുമിച്ച് മത്സരിക്കാനുള്ള ഒരു തീരുമാനം ഇടതു പാർട്ടികൾ സ്വീകരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തവണത്തെ വിജയം? വൻ ഭൂരിപക്ഷത്തിലാണോ? അക്ഷയ, വീണ്ടും JNU ചുവപ്പണിയുകയാണ്. 4 സ്ഥാനങ്ങളും, അതായത് സെൻട്രൽ പാനലിലേക്കുള്ള 4 സ്ഥാനങ്ങളിലേക്കും ഇപ്പോൾ ഇടതു സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. മാത്രമല്ല, അതിൽ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച മലയാളി ഗോപിക ബാബുവിന്റെ ഭൂരിപക്ഷം അത് മൃഗീയ ഭൂരിപക്ഷമാണ്. ഏകദേശം 1400 വോട്ടുകളിൽ 1400-ലധികമാണ് അവരുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. മാത്രമല്ല, മറ്റ് 3 സ്ഥാനങ്ങൾ, ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനമാണെങ്കിൽ അത് അതിഥി മിശ്ര ഏകദേശം 478 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നേടിയിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനം അത് സുനിൽ യാദവ്, അതും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ്, ഏകദേശം 145-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിരിക്കുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും ഡാനിഷ് അലി, അദ്ദേഹം 300-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ വിജയിച്ചു കയറിയിരിക്കുന്നത്. ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം മാത്രം അവസാന ഘട്ടം വരെയും ഒരു നെക്സ്റ്റ് ടു നെക്സ്റ്റ് ഫൈറ്റ് ആയിരുന്നു. 2ാം സ്ഥാനത്ത് ABVP തന്നെ ഉണ്ടായിരുന്നു. ABVP അവസാന റൗണ്ട് വരെയും മുന്നിട്ട് നിന്നിരുന്നു. പക്ഷേ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്താണ് വീണ്ടും ഇടതു സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി സുനിൽ യാദവ് വീണ്ടും മുന്നോട്ട് കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അതായത് 200-നടുത്ത് വോട്ടുകളിലേക്ക് ലീഡും പിന്നീട് ഭൂരിപക്ഷവും ആകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായത്. ഏറ്റവും പ്രധാനമായിട്ടും ഏകദേശം 5700-ലധികം വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. അതായത് മൊത്തം വോട്ടുകളുടെ 67%. അതിൽ തന്നെ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷമാണ് ഇവിടെ ഗോപിക ബാബുവിന്, ഇടതു സഖ്യത്തിന്റെ മലയാളി കൂടിയായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക്. ഗോപിക SFIയുടെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുകയാണ്. 4-ാം തീയതിയാണ് ഈ വോട്ടെടുപ്പ്, വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്നത്. ഗോപിക കേരളത്തിൽ എവിടെയാണ്? വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അക്ഷയ, ഇരിഞ്ഞാലക്കുട സ്വദേശിയാണ് ഗോപിക. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട സ്വദേശിയാണ് ഗോപിക ബാബു. നേരത്തെ കഴിഞ്ഞ വർഷവും ഗോപിക ഈ വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചിരുന്നു. അന്ന് സ്കൂൾ SSSന്റെ കൗൺസിലർ സീറ്റിൽ മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തവണ പിന്നീട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കൂടി തീരുമാനിക്കുകയായിരുന്നു. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. ജവഹർലാൽ നെഹ്റു സർവകലാശാല അത് ഇടതു സഖ്യത്തിനൊപ്പം തന്നെ ചുവപ്പണിഞ്ഞിരിക്കുന്നു. വീണ്ടും വലിയ ഭൂരിപക്ഷത്തിലാണ് ഇടതു സ്ഥാനാർത്ഥികളൊക്കെയും വിജയിച്ചിരിക്കുന്നത്. മലയാളിയായിട്ടുള്ള ഗോപിക ബാബുവിന് വൻ ഭൂരിപക്ഷം എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് അർജുൻ നൽകിയത്.